അയിമലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിൽ കൂടിയ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കല്യാണം ഉണ്ടാക്കിയാണ്. എനിക്ക് നോക്കിക്കോണ്ടി. ആന്ന് ഇസ്ലാമായ പെണ്ണ് കിട്ടുന്ന ഉറപ്പുണ്ടോ? ഇസ്ലാം ആയാല് പിന്നെ അന്നെ പെണ്ണെട്ടിക്കൽ ഇന്റെ ബാധ്യത. പക്ഷേ അന്നെപ്പോലൊരു മുർച്ചുത്ത് ഇസ്ലാമിന് പെണ്ണെട്ടിച്ച് തരണമെങ്കിൽ കമ്മീഷൻ കൂടും. പൗതി മതിയോ? പെണ്ണ് കെട്ടിച്ച് തന്നാ പിന്നെ ഇന്റെ ലൂട്ടി കഴിഞ്ഞ് പിന്നെ കുടുങ്ങാതെ നോക്കണ്ടേ ഇജ. അല്ല, ഇതിപ്പോ പെട്ടെന്ന് കുടുങ്ങണ പരിപാടിയാണോ? പെട്ടെന്ന് കുടുങ്ങാതിരിക്കാൻ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ മൂസാജി എന്ന് പറയുന്ന ഒരു പ്രമാണിണ്ട്. മൂപ്പര അന്നാട്ടിലൊരു കാരണോര് എന്റെ അടുത്ത സുഹൃത്താ. ഇസ്ലാമായി വന്ന പലരും മൂപ്പര് നല്ല നല്ല ജോലിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഗൾഫിൽ പറഞ്ഞിട്ടുണ്ട്. പെണ്ണും കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം എജ്ജ് പോയി മൂപ്പരെ ചാക്കിടണം. പിന്നെ ഒരു 5 കൊല്ലത്തിന് അനക്ക് ആരും പേടിക്കണ്ട. എന്നാലേ ഈ ഒരു 50 ഉറുപ്പിക ഉണ്ടാട്ടിക്ക. 100 തന്നെ ചോദിക്കേനി. എന്നാ ഞാൻ ഇപ്പൊ തന്നെ ഇസ്ലാമാക. വൈകുന്നേരമായിട്ട് പോരെ? പോരാ, ഇപ്പം തന്നെ വേണം. 4 കലിമ ചൊല്ല്. എന്ത് കലിമ ചൊല്ലടോ? ഇസ്ലാം ആകണമെങ്കിൽ ആദ്യം കലിമ ചൊല്ലണം. എന്നാ ആദ്യം നിങ്ങൾ ചൊല്ലിത്തരി. ഇത് അനക്കാണ് ചൊല്ലിയാല്. ആദ്യം നിങ്ങൾ ചൊല്ലിത്തരി, അത് കേട്ട് ഞാൻ ചൊല്ലാം. അത് ശരി, ജിന്ന ഇസ്ലാമാക്കുക. അതല്ല കാക്കേ, നിങ്ങൾ പറഞ്ഞ സംഗതി എന്താണെന്ന് എനിക്കറിയില്ല. തുടങ്ങി ഇനി ഇത് പിടിച്ചാ കിട്ടൂല. കാക്കേ നിക്കി നിക്കി, നിങ്ങളെ പറഞ്ഞ സാധനം തരി. നിക്കി. എന്താ നിങ്ങൾക്ക് വേണ്ടേ? ഞാൻ എന്റെ ഭാര്യയെ തിരിച്ചെടുത്തു. അന്ന് ഇക്ക ഞങ്ങളെ കണക്കില്ലാ ചീത്ത പറഞ്ഞു. മനസ്സ് നിറയെ പ്രതികാരവുമായിട്ടായിരുന്നു തിരിച്ചു പോയിരുന്നത്. പക്ഷേ മനസ്സ് സ്വന്തത്തെ വിചാരണ ചെയ്തു തുടങ്ങിയപ്പോൾ തെറ്റുകാരൻ ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ എന്റെ ഭാര്യയെ ഞാൻ തിരിച്ചെടുത്തു. സ്ത്രീധനം ഉപയോഗിച്ച് വാങ്ങിയ മഹറിന്റെ പണവും തിരിച്ചു കൊടുത്തു. നിന്റെ ജീവിതത്തിൽ നീ ഇത്ര വലിയൊരു പുണ്യപ്രവൃത്തി ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല അനിയ. സന്തോഷായി ഒരുപാട്. നിന്റെ ഫ്രണ്ട്സിനെയും ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് ദുസ്വഭാവങ്ങൾ കുറഞ്ഞു കിട്ടി. നന്ദിയുണ്ട്. ഇതൊക്കെ നേരിട്ട് പറയാൻ കുറെ സമയമായി ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഇനി ഞങ്ങൾ പോട്ടെ. ഇന്ന് എന്റെ വീട്ടിൽ ഭക്ഷണം, അത് കഴിഞ്ഞിട്ട് മതി യാത്ര പറച്ചിലൊക്കെ. എന്താ? പിന്നൊരിക്കൽ തീർച്ചയായും വരും. എന്നാ പിന്നെ നിന്റെ വൈഫിനെയും കൂട്ടി ഒരു ദിവസം വരണം. ഈ ഫ്രണ്ട്സിനെയും കൂട്ടണം. അവരാദ്യം കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് മതി സൽക്കാരം. പറഞ്ഞ പോലെ എന്താ കല്യാണം കഴിക്കാത്തത്? സ്ഥിരമായ വരുമാനമായാലേ പെണ്ണ് കിട്ടുള്ളൂ എന്ന്. വലിയ അർത്ഥമില്ലാത്തൊരു വ്യവസ്ഥയാണിത്. സ്ഥിര വരുമാനമുള്ളവരാണോ ഈ പെണ്ണ് കെട്ടുന്നവരൊക്കെ? എന്നിട്ട് എല്ലാവരും ജീവിക്കുന്നില്ലേ? മാത്രമല്ല, വിവാഹത്തോടു കൂടിയേ ഒരാളുടെ വിശ്വാസം തന്നെ പൂർണ്ണമാവുകയുള്ളൂ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു മനോഭാവം, നമ്മൾക്ക് കിട്ടുന്ന വരുമാനം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ള ഒരു കുട്ടിയെ കണ്ടെത്തണം. ചെറിയൊരു മഹർ, ലളിതമായ വസ്ത്രം, ചുരുങ്ങിയൊരു വിവാഹ ചടങ്ങ്, അത്രയും മതി. ബാക്കിയുള്ള നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നത് പടച്ചവനാണ്. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായും. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. മതി. എന്റെ സഹായം എന്ത് വേണമെങ്കിലും ഉണ്ടാകും. ചോദിക്കാൻ മടിക്കരുത്. നിങ്ങൾ 3 പേരും ഇന്നു മുതൽ എന്റെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും. ഓക്കെ?
അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇപ്പപ്പാന്റെ കുട്ടി ഉള്ളിൽ പോയിരിക്കട്ടാ. കേറിയിരിക്കി. ആരാ മനസ്സിലായില്ലല്ലോ? ഞാനൊരു പുതുമുസ്ലിമാണ്. ആചാര കണ്ടാൽ എല്ലാ സഹായവും ചെയ്തു തരുന്ന ആളുകൾ പറഞ്ഞു. എന്ത് സഹായ വേണ്ടത്? പെണ്ണ് കെട്ടണം. ആചാര സമ്മതം മാത്രം മതി. പെണ്ണിനെ മരക്കാര് കണ്ടുപിടിച്ചു തരും. എന്നാ മുസ്ലിമായത്? കഴിഞ്ഞ ചൊവ്വാഴ്ച. ഇസ്ലാമിലിപ്പോ ആളെ തയഞ്ഞിക്കണ്. പുതിയ ഒഴിവൊന്നുമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ആളെടുക്കണില്ല. വല്ല ഒഴിവും വന്നാല് അറിയിക്ക. കാണാരാ കാണാരാ. അഡ്രസ് കണാറിന്റെ അടുത്ത് കൊടുത്താ മതി. ഇനി സ്ഥലം വിട്ടോ. കണാരാ, പെണ്ണെട്ടാൻ വേണ്ടി ദീനുൽ ഇസ്ലാമിന് കൂടുന്നോലെ ആ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ കൂട്ടത്തില് ഇതും വാങ്ങിവെച്ചളാ. എന്തേ കാണാരാ? എടോ, അന്നെപ്പോലെ പെണ്ണ് കെട്ടാനും മൊയ് ചെല്ലാനും തോന്നുന്ന പിരാന്തന്മാർക്ക് കേറിക്കൂടാനുള്ള താവളല്ല ഇസ്ലാം ദീന്. തലയിലൊരു തൊപ്പി വെള്ളക്കുപ്പായോ ഇട്ടതുകൊണ്ട് മാത്രം ഒരുത്തനും മുസ്ലിമാകാൻ പറ്റൂല. മനസ്സിലായോ? ഈ പരിസരത്തൊന്നും എന്നെ കണ്ടുപോകരുത്. ഞാൻ പറഞ്ഞ കേട്ടോ? എന്നാ വിട്ടോ.